അപ്പം ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ പഠിക്കുന്ന എവിടെയെന്ന് എല്ലാവർക്കും സംശയമുണ്ടാവും. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പം അവിടെ അങ്ങോട്ട് നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുത്ത് പോവാണ്. വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പോകുന്നത്. ചെറിയ പേടിയുണ്ട്. അപ്പം അരീക്കോട് കഴിഞ്ഞു റീജിയണൽ കോളേജിൻ്റെ ഒക്കെ മുന്നിലെത്തിയിട്ടുണ്ടാവും. പോയി നോക്കാം. ഇതാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ക്യാൻറ്റീൻ. ഭയങ്കര രസമാണ് ഇവിടെ വന്നിരിക്കാൻ. ട്രാപ്പിൽ കുറേ മരങ്ങളുണ്ട്. മരങ്ങളുടെ അടുത്തായിട്ട് ഇങ്ങനെ ഊഞ്ഞാലും. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും മുന്നിൽ ഓരോ ഊഞ്ഞാൽ വീതം ഉണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഓണത്തിന് ഊഞ്ഞാൽ കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഊഞ്ഞാലാടാനും പൂക്കൾ വെച്ച് അലങ്കരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നാൽ കാണാൻ പറ്റുക CH ലൈബ്രറിയാണ്. CH ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ നമ്മുടെ ട്രാപ്പിൽ ഇതാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഒരു നൈറ്റ് വ്യൂ വരുന്നത്. ഇവിടെ മഞ്ഞ ലൈറ്റും കുറേ ചിത്രങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര രസമാണ് ഇവിടെ കാണാനായിട്ട്. പിന്നെ നമ്മുടെ വുമൻസ് ഹോസ്റ്റൽ വരുന്നത് ഏകദേശം ഒരു 1000-ലധികം കുട്ടികൾ വരുന്നുണ്ട്. അതിന് കുറേ ബ്ലോക്കുകളായിട്ടാണുള്ളത്. നമ്മൾ എവറസ്റ്റ് ബ്ലോക്കിലാണ്. ഇവിടെ ഏറ്റവും പുതിയ ബ്ലോക്ക് എന്ന് പറയുന്നത് എവറസ്റ്റ് ബ്ലോക്കാണ്. കുറച്ചും കൂടി സൗകര്യമുള്ളത് എവറസ്റ്റാണ്. നടുമുറ്റമൊക്കെ ഉണ്ട്, കുറേ റൂമുകളുണ്ട്. നമ്മൾ 130ാമത്തെ റൂമിലാണ് നമ്മൾ. പിന്നെ നമുക്കൊരു ലേണിംഗ് സ്പേസ് വരുന്നുണ്ട്. അവിടെ 24 ആണ് സ്റ്റുഡൻസിനൊക്കെ അലൗഡ് ആയിട്ടുള്ളത്. പിന്നെ പുറത്തുള്ള സ്റ്റുഡൻസിനും ആണെങ്കിൽ ടൈമിംഗ് ഉണ്ട്. പിന്നെ ഈ ട്രാപ്പ് ഇവിടെ എത്തുന്ന ആൾക്കാരെ മൊത്തം കറക്കുന്ന ട്രാപ്പിലാക്കുന്ന ഒരു ഇതായതുകൊണ്ടാണ് ഇവിടെ ട്രാപ്പ് എന്ന് പേര് വന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ NH നേരെ കയറിയാൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ വലിയൊരു കവാടം കാണാം. അവിടെ ഗേറ്റ് ഉണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും. നേരെ പോയിട്ട് ലെഫ്റ്റിലോട്ട് പോയാൽ മെൻസ് ഹോസ്റ്റലാണ്. റൈറ്റിൽ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട്. പിന്നെ ഗസ്റ്റ് ഹൗസൊക്കെ കടന്നിട്ട് നമ്മൾ നേരെ എത്തുക ഒരു ട്രാപ്പിലാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ പല വഴിയിലായിട്ട് തിരിയുന്നത്. ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, ഓരോരുത്തരുടെ കലാവിരുന്നുകൾ. പിന്നെ ഈ സൈഡിലുള്ളതാണ് പരീക്ഷാഭവൻ. ഇതിൻ്റെ നടുവിലൊക്കെ കുറേ ചെടികൾ ചേച്ചിമാർ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ഓരോരുത്തരിങ്ങനെ നശിപ്പിച്ച് കളയും. അങ്ങനെ തന്നെ നമ്മളെ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് ട്രാപ്പിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാലാണ്. അവിടെ നമുക്ക് നല്ല വിലക്കുറവിലൊക്കെ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള ഫുഡൊക്കെ കിട്ടും. പിന്നെ വേൾഡ് കപ്പ് ആയതുകൊണ്ട് ഇവിടെ കുറേ കട്ടൗട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റുഡൻസ് ട്രാപ്പിൻ്റെ അടുത്ത് തന്നെ ക്യാൻറ്റീൻ്റെ സൈഡിലായിട്ട് നമുക്ക് DSUൻ്റെ ബാക്കിലൊരു ടോയ്ലറ്റ് വരുന്നുണ്ട്. ജെൻസിനും ഉണ്ട്, ലേഡീസിനും ഉണ്ട്. ഇതാണ് നമ്മുടെ DSUൻ്റെ ഓഫീസ്. അത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. പക്ഷെ അവിടെ കയറണമെങ്കിൽ നമ്മൾ പെർമിഷൻ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ദിവസം നമ്മൾ അങ്ങോട്ട് അനുവദിച്ച് തരും. പിന്നെ നമ്മളെ ക്യാമ്പസിൽ തന്നെ ഏറ്റവും വലിയ ബിൽഡിങ്ങുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് സയൻസിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇതിലൂടെ പോയാൽ നമുക്ക് നമ്മളെ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസിൻ്റെ ഏരിയയിൽ എത്താൻ പറ്റും. ഇവിടെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇതിലൂടെയാണ് പുറത്തിറങ്ങേണ്ടതെന്ന് യാതൊരു വിധ ഐഡിയ കിട്ടില്ല. അങ്ങനെ നമ്മൾ കറങ്ങി പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ് ഈ ഒരു സയൻസ് ബ്ലോക്ക് വരുന്നത്. ഇതൊക്കെ സയൻസ് ബ്ലോക്കിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഇവിടെ ഇങ്ങനെ ചുറ്റി തീർന്നാൽ നമ്മൾ കാണാൻ പറ്റാത്തത്ര ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. കുറേ പണിയാണ് ഇതിലൂടെ ഒന്ന് മൊത്തത്തിൽ എവിടെയാണ് ഏത് ബിൽഡിങ്ങാണെന്നൊക്കെ മനസ്സിലാക്കാം. എന്താണ് പിന്നെ നമ്മൾ അനിമൽ ഹൗസ്. ആദ്യമൊക്കെ ഇവിടെ മാത്രമായിരുന്നു ക്യാമറ ഉണ്ടായിരുന്നത്. പിന്നെ ഒരുവിധം എല്ലായിടത്തും ഇപ്പോൾ ക്യാമ്പസിൽ ക്യാമറ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. പിന്നെ ഇത് ഏത് ബ്ലോക്കാണെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. സയൻസ് ബ്ലോക്കിൻ്റെ സൈഡിലുള്ള ബ്ലോക്കാണ്. പിന്നെ നമുക്ക് കുറച്ച് ലൈബ്രറീൻ്റെ വ്യൂ കാണിക്കാം. ഇതാണ് നമ്മുടെ CH ലൈബ്രറി. കേരളത്തിലെ തന്നെ 2ാമത്തെ വലിയ ലൈബ്രറിയാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ CH ലൈബ്രറി കേട്ടോ. ഇവിടെ എല്ലാ തരത്തിലുള്ള ഏകദേശത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും ഇവിടെ കിട്ടും. പിന്നെ നമ്മളെ റിസർച്ച് ഡെസ്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിജിറ്റൽ ലൈബ്രറി ഉണ്ട്. പിന്നെ കയറി വരാൻ സുഖത്തിനൊരു ലിഫ്റ്റും ഉണ്ട്. സംഭവം 2 ഫ്ലോറുള്ളെങ്കിലും ഞാൻ എപ്പോഴും ഈ ലിഫ്റ്റ് കയറിയിട്ടാണ് വരൽ. നമുക്ക് നമ്മുടെ ലൈബ്രറിക്ക് സ്വന്തമായിട്ട് ലിഫ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ 2ാമത്തെ വലിയ ലൈബ്രറിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി എന്ന് പറയുന്നത് CH ലൈബ്രറി. പിന്നെ അതുകൂടാതെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഓരോ ലൈബ്രറികളുണ്ട്. പിന്നെ LSൽ പോവുകയാണെങ്കിൽ AC കൊണ്ട് കറങ്ങുന്ന കസേരയിൽ ഇങ്ങനെ ആടിയിരിക്കാം. പിന്നെ നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ട്രാപ്പ് ചുറ്റി വന്നപ്പോൾ റൊണാൾഡോൻ്റെ വലിയൊരു കട്ടൗട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ താളിയോല. അവിടെ ഒരുപാട് പഴയ ഗ്രന്ഥങ്ങളും താളിയോലകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ജിമ്മിലേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് നമ്മളെ ജിമ്മ്.
പിന്നെ ഈ സാധനം എന്താണെന്ന് ഇതുവരെ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സ്വന്തം ഗ്രൗണ്ട്. ഈ ഒരു ഗ്രൗണ്ട് ഒരു വട്ടം ചുറ്റി വന്നാൽ ഏകദേശം 1 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യും. ഇവിടെ നമ്മളെ MFCയുടെ പ്ലേയേഴ്സൊക്കെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. വേറെ കോളേജിൽ നിന്നൊക്കെ ഒരുപാട് പ്ലേയേഴ്സ് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് കൂടിയാണ് ഇത്. ഞാനങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി മെല്ലെ നടക്കാനുള്ള ഒരു പ്ലാനിൽ അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ അതാ അവിടെ ഒരു കുട്ടീനെ കൊണ്ടിട്ട് ആളുടെ പാരൻ്റാണെന്ന് തോന്നുന്നു, രണ്ടാളും നല്ല ജേഴ്സി ഒക്കെ ഇട്ട് അങ്ങനെ പോകുന്നത് കണ്ടു. അവിടെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ MFCയുടെ പ്ലേയേഴ്സൊക്കെ പ്രാക്ടീസിന് വരുമ്പോൾ നിൽക്കുക. ഇത് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ നമ്മളെ വോളിബോൾ കോർട്ടാണിത്. പിന്നെ നമ്മുടെ സെനറ്റ് ഹൗസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഗ്രൗണ്ടിലേക്കൊക്കെ പോകുന്ന ആ ഒരു വഴിയാണ്. ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ MFCയുടെ പ്ലേയേഴ്സൊക്കെ സ്റ്റേ ചെയ്യൽ. അത് സ്പോർട്സ് ഹോസ്റ്റലാണ്. പിന്നെ ഇത് നമ്മുടെ PT ഉഷയുടെ പേരിലുള്ള ഇൻഡോർ സ്റ്റേഡിയമാണ്. ഇതിലൂടെ വേണമെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ വേറൊരു വഴിയിലൂടെ വേണമെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങാം. അവിടെ ജിംനേഷ്യം ഉണ്ട്, അതുപോലെ വേറൊരു ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഒരു അക്വാട്ടിക്സ് കോംപ്ലക്സും ഉണ്ട്. ഇവിടെ വലിയ വാട്ടർ പോളോ, നമ്മുടെ ഇൻ്റർ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ വാട്ടർ പോളോ നടക്കാറുണ്ട്. ഇത് നമ്മുടെ AD ബ്ലോക്കാണ്. AD ബ്ലോക്കിൽ നിന്ന് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് പുറത്തേക്ക്. പക്ഷേ ഇപ്പം ആ വഴി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. ഇനി അവിടെ വലിയൊരു എൻട്രൻസ് വരും കുറച്ചും കൂടെ കാലം കഴിയുമ്പോൾ. നമ്മൾ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞാൽ മെൻസ് ഹോസ്റ്റലിൻ്റെ വഴിയിലേക്കാണ് പോവുക. ഇവിടെ ഒരു മെസ്സുണ്ട്. അതുപോലെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമുക്ക് മെൻസ് ഹോസ്റ്റലും കാണാൻ പറ്റും. ഈ സൈഡിലൂടെ വേണമെങ്കിൽ പുറത്തേക്കൊരു എക്സിറ്റ് ഉണ്ട്. പക്ഷേ ഈ ബാക്കിയുള്ള മെയിൻ ഗേറ്റ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ ഒരു 6 മണിക്ക് ശേഷം ക്ലോസ് ചെയ്യുന്നതാണ്. പിന്നെ കയറി വരുമ്പോൾ തന്നെ സ്റ്റുഡൻസിന് ഉള്ളിലേക്ക് പോകണമെങ്കിൽ സൈക്കിളുണ്ട്. നമ്മുടെ ഫുഡാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഇവിടെ. ഒരു 5-6 ഐറ്റം കറികളുണ്ടാവും, തൈരുണ്ടാവും. നമുക്ക് എല്ലാ ദിവസവും നോൺ വെജ് ഉണ്ടാവും, വെജ് വേണ്ടവർക്ക് വെജും ഉണ്ടാവും. എന്നാലും ഒരു 2000 അതിൻ്റെയൊക്കെ താഴെ വരാറുള്ളൂ മെസ് ബില്ല്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഡേ ഭയങ്കര രസമായിട്ട് ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ കൂടി റൂമൊക്കെ ഭയങ്കര അലങ്കരിച്ചിട്ട് അങ്ങനെ ആ ദിവസം നല്ല അടിപൊളിയായിട്ട് കടന്നുപോയി.